അപ്പൊ ഗൈസ് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സുഹൃത്തായിട്ടുള്ള നിഖിലിന്റെ കല്യാണത്തിന്റെ പരിപാടികളാണ് കേട്ടോ. അപ്പൊ ഇന്ന് തലേന്നത്തെ പരിപാടിയാണ്. വീട്ടിലെത്തിയപ്പോൾ തന്നെ കറണ്ടും ഇല്ല. ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ദക്ഷിണ എടുക്കുന്ന പരിപാടികളായിട്ടോ. അതിന്റെ ശേഷം മുണ്ട് മാറ്റി നേരെ പാന്റ് ആക്കിയാണ് നേരെ ഇറങ്ങണേ. ഞങ്ങൾ എടുക്കാന്ന് അറിയാം പെണ്ണിന്റെ വീട്ടിലാണ്. പെണ്ണിനെ വീട്ടിലെത്തി ഡ്രസ്സും കൊണ്ടുപോയി എടുത്തുകൊണ്ട് കുറച്ച് ഫോട്ടോസ് എടുത്തുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് നേരെ വിട്ടിട്ടാ. പിറ്റേ ദിവസം രാവിലെ തന്നെ കേട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ താലികെട്ട്. അപ്പൊ ആണ്ട് പോകാൻ വേണ്ടിട്ട് നേരത്തെ ഉറങ്ങണ്ടേ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് നേരെ വിട്ടിട്ടോ. ഞങ്ങൾ 100-110 നമ്മളെ ബെൻസെറ്റ് തന്നെ 7 മണിയായപ്പോ ഞങ്ങൾ നേരെ ഗുരുവായൂർ അമ്പലത്തിൽ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് ബ്രൈഡും ഗ്രൂമും ബാക്കിയുള്ള എല്ലാവരും എത്തിയിരുന്നു. അപ്പൊ ഒറ്റ ഒട്ട എന്നിട്ട് ഓടിയുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ കല്യാണത്തിന് ടോക്കൺ എടുക്കണമെന്നുണ്ട്. ബ്രൈഡും ഗ്രൂമും ഫോട്ടോഗ്രാഫറും എത്തിയാലേ ടോക്കൺ തരുള്ളൂ എന്നാണ് നിയമാല. അങ്ങനെ നേരെ പോയി ടോക്കൺ എടുത്ത് നേരെ പിന്നെ താലികെട്ടിന് വേണ്ടിട്ട് മണ്ഡപത്തിൽ കണ്ട് കൊണ്ടുപോട്ടോ. അങ്ങനെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കുറച്ച് കപ്പിൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടുന്ന് എടുത്ത് ഇവരെ കപ്പിൾ ഫോട്ടോസ് നമ്മളെ സൈലന്റ് വോയ്സ് പേജിൽ ഇട്ടിട്ടുണ്ട്. കേറി നോക്കി കണ്ടിട്ട് ഒരു ലൈക്ക് അടിച്ച് പോയി. അങ്ങനെ പിന്നെ താലികെട്ടിന് വേണ്ടിട്ട് മണ്ഡപത്തിൽ കയറ്റി താലിയിട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ കുറച്ച് കപ്പിൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടാ. അത്യാവശ്യം ഏറെ നല്ല മൊമെന്റ്സും കാര്യങ്ങളൊക്കെ അവിടുന്ന് കിട്ടിയിട്ട് അതിന്റെ ഇടയിൽ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഓരോ ഫാമിലിനോട് പറഞ്ഞയച്ചും ചെയ്തിട്ടാ. ടോട്ടൽ കല്യാണം പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യണം. നല്ല സമാധാനത്തിൽ വർക്ക് എടുക്കാൻ പറ്റും. അതിന്റെ ഒരു ബെസ്റ്റ് ഉദാഹരണമായിട്ട് ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈന്റിന്റെ ഭാഗത്തുനിന്ന് ഓവർ പ്രഷർ ഇല്ല. ക്ലൈന്റിന് എല്ലാവർക്കും നമ്മൾ അറിയണോണ്ടും നമ്മളെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടും നമുക്ക് അത്യാവശ്യം ടൈമും കാര്യങ്ങളും അവർ തന്നുകൊണ്ട് നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാനും പറ്റിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും പിന്നെ അവിടെ നേരെ ചായ അടിച്ചാണ് നേരെ ഒറ്റ ഇറക്കാം കേട്ടോ. അങ്ങോട്ട് ഇവിടെ റിസപ്ഷൻ ഉണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് താലികെട്ടും പരിപാടികളും കാര്യങ്ങളും കഴിഞ്ഞാണ് നേരെ പോണ ഇവിടെ ചെക്കന്റെ വീട്ടിൽ കാട്ടും. അങ്ങനെ ചെക്കനും പെണ്ണിനും വണ്ടിയിൽ നിന്ന് ഇറക്കിയാണ് നേരെ വീട്ടിൽ കയറ്റലിന്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെയുള്ള പരിപാടി എന്താ വെച്ചാൽ മധുരവെപ്പ് കഴിഞ്ഞാണ്ട് നേരെ ഡ്രസ്സിങ്ങിന് എടുക്കും. അങ്ങനെ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പിന്നെ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പിന്നെ നേരെ കപ്പിൾ എടുക്കാണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി നാളെ റിസപ്ഷൻ ഉണ്ട്. അപ്പൊ ബാക്കി നാളെ